ഒരു ചർച്ച് ഡെഡിക്കേഷന് വേണ്ടി കടന്നുപോയി. ആ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് ഇത്രയും ജനം, കോവിഡ് കഴിഞ്ഞ് ഇത്രയും ആൾക്കാരെത്തി. പ്രോബ്ലി ഇപ്പോൾ ഒരു 15,000 ആൾക്കാരെങ്കിലും ആ ചർച്ചിൽ കാണണം. ഞാൻ ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞാട്ടെ എന്താ കാര്യം, എങ്ങനെയാണ് നിങ്ങൾക്കിത് സാധിച്ചത്? ഇത്ര വലിയ ചർച്ച എങ്ങനെയാണ് സാധിച്ചത്? ഇത്ര ജനം എങ്ങനെയാണ് സാധിച്ചത്? ഇത്ര വലിയ ബിൽഡിംഗ് എങ്ങനെയാണ് ഉണ്ടായത്? ഇത്രയും വലിയ ജനക്കൂട്ടം എങ്ങനെയാണ് ഉണ്ടായത്? അതേപോലെ കാണിച്ചു തരാം. താൻ എഴുന്നേറ്റു, അദ്ദേഹത്തേക്ക് പോയി ഒരു സ്തോത്രം, നല്ലൊരു ടിൻ, ഒരു പ്ലാസ്റ്റിക് ടിൻ, ട്രാൻസ്പെറൻ്റാണ്, അകത്ത് കിടക്കുന്ന സാധനങ്ങളെ കാണാം. അതെൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അതിലിങ്ങനെ നോക്കുമ്പോൾ വൃത്തിയില്ലാത്ത ഏതാണ്ട് സാധനങ്ങൾ ഇങ്ങനെ അകത്ത് കിടക്കുക. ഞാൻ ചോദിച്ചു, എന്താണിത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുട്ടിൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ തഴമ്പിങ്ങനെ ഉണ്ടായി, ആ ത്വക്ക് ഇങ്ങനെ ഇളകി വീണതാണ്. യു വോണ്ട് ബിലീവ്. സ്തോത്രം, ഓൾമോസ്റ്റ് ഒത്തിരി അതിങ്ങനെ സ്തോത്രം ആ ടിന്നിൽ അദ്ദേഹം ഇട്ട് വച്ചേക്കുകയാണ്. വെള്ള തുണിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് സ്തോത്രം അത്രയും അധികമായി അദ്ദേഹത്തിൻ്റെ മുട്ട് കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് പേടിച്ചു പോകും എന്നതുപോലെ അത്ര കട്ടിയാണ്. അതെങ്ങനെ സ്തോത്രം ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ആ തരിമ്പുകൾ അല്ലെങ്കിൽ ആ സ്കിൻ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് സൂക്ഷിച്ചു വയ്ക്കുന്നു. പ്രാർത്ഥനയുടെ കണ്ണുനീർ തുരുത്തിയിൽ സ്വർഗത്തിൽ ദൈവം സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നതുപോലെ. എന്നിട്ട് ആ ദേവദാസൻ പറഞ്ഞു, സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ കർത്താവ് എന്നെ കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ ഈ ടിന്നും കൂടെ കൊണ്ടുപോകും. കർത്താവേ, നിനക്കെന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ഇത്രയും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിച്ചത്. ദാറ്റ് മീൻസ് അത്ര ഭയങ്കര പ്രാഗൽഭ്യം തൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് തനിക്കുണ്ട് എങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ കാലത്തിനും നിങ്ങളുടെ ജീവിതകാലത്തിനും ശേഷവും ലോകം നിങ്ങളെക്കുറിച്ച് പറയേണ്ടത്, നിങ്ങളൊരു ഭക്തനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യനെന്ന് പറയുന്നത് അതുപോലെ നല്ല കാര്യമാണ്.